സ്നേഹമുള്ളവരെ, ഇതുപോലുള്ള അവസരങ്ങളിൽ പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ചില വായന ഭാഗങ്ങളാണ് നമ്മളിന്ന് വായിച്ച് കേട്ടത്. പ്രത്യേകിച്ച് മുന്തിരി ചെടിയും ശാഖകളും എന്ന തലക്കെട്ടിലുള്ള ആ സുവിശേഷ ഭാഗം നമുക്കേവർക്കും സുപരിചിതവുമാണ്. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ള ഒരേ ഒരു കാര്യം യേശു ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്, എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ദൈവമാണ് ഒരാളെ വൈദിക പദവിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുത്ത ദൈവത്തോട് ചേർന്ന് വസിക്കുക, ചേർന്ന് ജീവിക്കുക, ആ സ്നേഹം അനുഭവിക്കുക, ആ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും എന്നതാണ് നാം സുവിശേഷത്തിൽ വായിച്ച് കേട്ടത്. സ്നേഹമുള്ളവരെ, യേശുവിൽ വസിക്കുക എന്നത് സുവിശേഷത്തിൽ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ്. വസിക്കുന്നെങ്കിൽ എന്ത് പറ്റും, വസിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നും വ്യക്തമായിട്ട് സുവിശേഷം പറയുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. ദൈവം വിളിച്ചു, ആ വിളിച്ചവനെ കൂടാതെ വിളിച്ചവന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് യേശു അസന്നിഗ്ധമായിട്ട് പറയുന്നു. ഒരു വൈദികൻ തൻ്റെ പേരിലല്ല അവൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത്. അവൻ യേശുവിൻ്റെ നാമത്തിൽ ആയിരുന്നു കൊണ്ടാണ് ആ ശുശ്രൂഷ അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ബുദ്ധിശക്തിയും കഴിവുകളും അല്ല യഥാർത്ഥത്തിൽ പ്രകടമാക്കേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ ആ നിരന്തരമായ സാന്നിധ്യ അവബോധത്തിൽ ജീവിച്ചുകൊണ്ട് ആ ദൈവികമായ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് എല്ലാവരിലേക്കും ആ ദൈവിക സ്പർശം പ്രസരിപ്പിക്കുകയാണ് ഒരു വൈദികൻ തൻ്റെ വൈദിക ശുശ്രൂഷയിലൂടെ, പ്രത്യേകിച്ച് ബലിയർപ്പണത്തിലൂടെ, കൂദാശകളിലൂടെ, വചനപ്രഘോഷണത്തിലൂടെ എല്ലാം ചെയ്യുന്നത്. ഇത് യേശുവിൻ്റെ നാമത്തിലാണ്, തിരഞ്ഞെടുത്തവനോടുള്ള ആഴമായ ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് നിർവഹിക്കേണ്ടത് എന്ന് ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ആവിലായിലെ അമ്മ ത്രേസ്യയെക്കുറിച്ച് ഇതുപോലുള്ള അവസരങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ആ വചനം വാസ്തവത്തിൽ ഈ ആവിലയിലെ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ അന്വർത്ഥമായിട്ടുള്ള പല സന്ദർഭങ്ങളുമുണ്ട്. അതിൽ ഒരവസരം ഇപ്രകാരമാണ് അവർ വിവരിക്കുന്നത്. ഒരിക്കൽ അവരൊരു അനാഥ മന്ദിരം പണിയാനായിട്ട് ശ്രമിക്കുന്നു. കയ്യിൽ കാശില്ല, 5 ഷില്ലിങ്ങേ ഉള്ളൂ. അപ്പോൾ സ്നേഹത്തോടെ ഈ അമ്മ ത്രേസ്യയെ ഉള്ളവർ ഉപദേശിച്ചു, ഈ പരിപാടിക്കൊന്നും പോകരുത്, ഇത് അബദ്ധമാണ്, അതെന്തെങ്കിലും കുറച്ച് കാശൊക്കെ സ്വരൂപിച്ചിട്ട് തുടങ്ങിയാൽ പോരെ എന്നൊക്കെ അമ്മ ത്രേസ്യയോട് അവർ സ്നേഹപൂർവ്വം ഉപദേശിച്ചു. അവർ വാസ്തവത്തിൽ നമ്മൾ പറയുന്ന പോലെയാണ് അവരും പറഞ്ഞത്. നമ്മളും അതല്ലേ പറയുന്നത്, കയ്യിൽ എന്തെങ്കിലും വച്ചിട്ട് തുടങ്ങിയാൽ മതി, ഇപ്പം എന്തിനാ അത് എടുത്ത് ചാടുന്നത് എന്ന രീതിയിൽ അവരും അമ്മ ത്രേസ്യയോട് ഉപദേശിച്ചു. പക്ഷെ അമ്മ ത്രേസ്യ തിരിച്ച് അവരോട് പറഞ്ഞത് ഇതാണ്: 5 ഷില്ലിംഗ് കൊണ്ട് ഒരു അനാഥ മന്ദിരം പണിയാം എന്നെനിക്ക് തോന്നുന്നില്ല, അത് സാധ്യവുമല്ല. മാനുഷികമായിട്ട് നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷെ ഒരു കാര്യം, ഈ 5 ഷില്ലിങ്ങും ദൈവത്തിൻ്റെ സഹായവും കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഈ അനാഥ മന്ദിരം പണിയാൻ സാധിക്കും എന്ന് ഉറപ്പായിട്ട് ഈ അമ്മ ത്രേസ്യ പറയുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ ത്രേസ്യ ഒരു അല്ലലും ഇല്ലാതെ ഇത് പൂർത്തിയാക്കി, അത് അവസാനിപ്പിച്ചു. അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ
ആശ്രയിക്കുന്നവർക്ക് ഒന്നും അസാധ്യമല്ല എന്ന് ബൈബിൾ തിരുവചനം പറയുന്നത് അന്വർത്ഥമാകുന്നു എന്നാണ് പിന്നെ കൂടെ ഉണ്ടായിരുന്നവർ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളവും അവന് ചെയ്യാവുന്നതൊക്കെ വളരെ വളരെ വിരളമായ കാര്യങ്ങളാണ്, പരിമിതമായ കാര്യങ്ങളാണ്. അവൻ്റെ കഴിവുകൾ കൊണ്ട്, അവൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ചെയ്യാവുന്നതൊക്കെ വളരെ പരിമിതമാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ അവൻ ബലമായി പിടിച്ചു നിന്നാൽ ആ ദൈവിക ശക്തി അവനെക്കൊണ്ട് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഈ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൻ്റെ ആ കഥയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ സുവിശേഷ ഭാഗത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായിട്ട് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ദൈവ വിളി സ്വീകരിച്ചുകൊണ്ട്, സന്യസ്ത ജീവിതമായിരുന്നാലും വൈദിക വൃത്തിയായിരുന്നാലും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഈ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ശാഖയ്ക്ക് വെട്ട് കിട്ടുന്നു എന്നാണ് പറയുന്നത്. വെട്ട് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും കിട്ടും. അത് നമ്മൾ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും വെട്ട് കിട്ടും. വെട്ട് കിട്ടാത്ത ഒരു ജീവിതവും ഉണ്ടാകില്ല. എന്താണ് ഈ വെട്ട്? ഇവിടെ യഥാർത്ഥത്തിൽ മുന്തിരി ചെടിയെക്കുറിച്ചും ശാഖകളെക്കുറിച്ചുമാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ജീവിതമാകുന്ന മുന്തിരി ചെടിയിലും വെട്ടുകൾ കിട്ടാറുണ്ട്. അത് ചിലപ്പോൾ രോഗമാകാം, അപകടമാകാം, ജീവിതത്തിലെ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളാകാം, ചില കഷ്ടതകളാകാം, രോഗങ്ങളാകാം, ദുരിതങ്ങളാകാം, എന്തുമാകാം. ഇത്തരത്തിൽ വെട്ടുകൾ കിട്ടാത്ത ഒരു ജീവിതവുമില്ല. പക്ഷേ ഇങ്ങനെ വെട്ടുകൾ കിട്ടുമ്പോഴും ഈ വെട്ടുകളോടുള്ള നമ്മുടെ പ്രതികരണം, അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഫലസമൃദ്ധി. ഇതാണ് സുവിശേഷം നൽകുന്ന മറ്റൊരു സന്ദേശം. വെട്ടെല്ലാവർക്കും കിട്ടും. ഇനി ഈ വെട്ട് കിട്ടുന്നവർ ചിലർ ഈ തായ്തണ്ടിനോട് കൂടുതൽ ചേർന്ന് നിൽക്കും. ഈ വെട്ട് കിട്ടുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ ഉണ്ടാകും. അതുവഴി അവർക്ക് ഏറെ ഫലം പുറപ്പെടുവിക്കുവാൻ പിൽക്കാലത്ത് സാധ്യമാകുന്നു. മറിച്ച് ചിലർ തായ്തണ്ടിൽ വസിക്കാതെ ബന്ധമറ്റുപോകുന്നു. ഈ ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകന്ന് പോകുന്നു. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഉപമയിൽ സുവിശേഷത്തിൽ കേട്ടതുപോലെ അവർ ഫലശൂന്യമായി ഉണങ്ങിപ്പോകുന്നു. വാസ്തവത്തിൽ യേശു ഒരാളെ ശിഷ്യനായിട്ട് ക്ഷണിക്കുമ്പോൾ ഫലസമൃദ്ധിക്കായിട്ടാണ് അയാളെ ക്ഷണിക്കുന്നത്, ഫലശൂന്യനാകാൻ അല്ല. എന്താണ് ചെയ്യേണ്ടത്? നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, ദൈവം നമ്മെ വെട്ടി ഒരുക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ സഹനങ്ങളുടെ നാളുകളിൽ, പ്രയാസങ്ങളുടെ നാളുകളിൽ ഒത്തിരി വിഷമിക്കും. കർത്താവേ, ഇതെനിക്ക് സംഭവിച്ചല്ലോ, ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ സ്വയം പരിതപിക്കും. പക്ഷേ ഓർക്കണം, ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ വെട്ടി ഒരുക്കുകയാണ്. മുന്തിരിച്ചെടിയായ യേശുവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ ഉള്ള ക്ഷണമാണ് ഇത്തരത്തിലുള്ള ചില വെട്ടുകൾ. ഇതുപോലുള്ള ചില വെട്ടുകൾ കിട്ടുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടപ്പെടാനില്ലെങ്കിലും കിട്ടും, അതിപ്പോൾ കിട്ടിക്കൊള്ളും. പക്ഷെ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വെട്ടുകൾ കിട്ടുമ്പോൾ ഇത് നമ്മളെ ഒരുക്കുകയാണ്, കൂടുതൽ ഫലം നൽകുവാനുള്ള ക്ഷണമാണ്. യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ കൂടുതൽ ഫലം നൽകാൻ ദൈവം ഇത്തരത്തിലുള്ള വെട്ടുകൾ നമ്മെ നൽകി നമ്മളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഓരോ മുറിവിൽ നിന്ന് അവിടുന്ന് നല്ല ഫലങ്ങൾ സൃഷ്ടിക്കുകയാണ്.
സ്നേഹമുള്ളവരെ, ഞാൻ നമ്മുടെ ഡീക്കൻ ജിഫിൻ്റെ ഒരു വാക്യം ശ്രദ്ധിച്ചു. അദ്ദേഹം തിരഞ്ഞെടുത്ത വാക്യം, അതായത് സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 40-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമാണ് ഡീക്കൻ ജിഫിൻ തിരഞ്ഞെടുത്തത്. ഓരോരുത്തരും അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാചകമാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു. ആ സങ്കീർത്തനത്തിൻ്റെ 40-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നത് ഇതാണ്: ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. ഇത് സങ്കീർത്തനം 40-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേട്ടു എന്നാണ് ആ 40:1 പറയുന്നത്. ഞാൻ ക്ഷമാപൂർവം കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേട്ടു. ഈ വെട്ടുകൾ കിട്ടുന്ന ആൾക്കാർ ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള ചില വാക്യങ്ങൾ എടുത്തു പറയാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരുടെയും ജീവിതത്തിൽ വെട്ടുകൾ കിട്ടും. വെട്ടുകൾ കിട്ടിയാൽ അതിനോട് എപ്രകാരമാണ് യഥാർത്ഥത്തിൽ പ്രത്യുത്തരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ ഈ ശുശ്രൂഷകളുടെ ഫലം. എനിക്ക് തോന്നുന്നത് ഡീക്കൻ ജിഫൻ ഈ ഒരു വാക്യം തിരഞ്ഞെടുത്തതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ യേശുവിൻ്റെ വിളിയോടുള്ള പ്രതികരണം വ്യക്തമാണ്. ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു, കർത്താവ് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേട്ടു. ഒരു പുരോഹിതനാകുവാനുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹം തൻ്റെ രൂപീകരണ കാലഘട്ടത്തിലൂടെ കടന്നുപോയി. എല്ലാ രൂപീകരണ കാലഘട്ടത്തിലൂടെയും ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ അദ്ദേഹത്തിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോഴും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്, ഞാൻ കർത്താവിനോട് ക്ഷമാപൂർവം കാത്തിരുന്നു, കർത്താവ് എൻ്റെ നിലവിളി കേട്ടു. അതെ, എൻ്റെ പ്രിയ സഹോദരരെ, ഇതായിരിക്കണം ഒരു ശിഷ്യൻ്റെ മനോഭാവം. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കാം, ഇനിയും സംഭവിക്കാം. ഇനിയും വൈദിക ജീവിതത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിലുള്ള പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അപ്പോഴും നാം ഇതേ പ്രതികരണം, ഇതേ മനോഭാവം പിൻചെല്ലുന്നുവെങ്കിൽ കൂടുതൽ ഫലം നൽകുന്ന വ്യക്തികളായിട്ട് മാറും എന്നതിൽ സംശയമില്ല. അതുപോലെ തന്നെ നമ്മുടെ കുറവുകളിലും ബലഹീനതകളിലും നാം ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം ആഴപ്പെടുത്തുകയും വേണം. നമ്മളല്ല, വാസ്തവത്തിൽ നമ്മളെ തിരഞ്ഞെടുത്തവൻ നമ്മളോട് കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ഒരു ശിഷ്യൻ ജീവിക്കണം. ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ക്രിസ്തുവിനോട് ചേർന്ന് ഞാൻ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇല്ലായ്മകളും വല്ലായ്മകളും അതിജീവിച്ച് ദൈവം നമ്മിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, കാരണം ഇന്നലകളൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നാളെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തു പോകുന്നത് നമ്മുടെ ഈ പാട്ടിൻ്റെ ഒരു ഈരടി ഉണ്ടല്ലോ, അതെന്താണ്? ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ, മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ, മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നാമ്പുറങ്ങളും നിങ്ങൾക്ക് എന്നിട്ട് അറിയാം. അതെ, ഇന്നലെകൾ തന്ന വേദനകൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു എന്ന് തിരിച്ചറിയുന്നവർക്ക് പിൽക്കാലത്ത് എല്ലാം നന്മയ്ക്കായി ദൈവം തീർക്കും. ഇന്ന്
പുരോഹിതനായിട്ട് അഭിഷിക്തനാകുന്ന ഡീക്കൻ ജിഫിൻ യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മെപ്പോലെ കടന്നുപോയ വ്യക്തിയാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടവനാണ് ഒരു ക്രിസ്തു ശിഷ്യൻ, ഒരു വൈദികൻ. ഇന്ന് അദ്ദേഹം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അഭിഷിക്തനാകുമ്പോൾ അദ്ദേഹം പ്രത്യാശയുടെ ഒരു ദാസനാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ ബലപ്പെടുത്തുവാനും ശക്തിപ്പെടുത്തുവാനും നമുക്ക് കൂടുതൽ സാധിക്കും. ഈ ജൂബിലി വർഷത്തിലാണ് അച്ഛനാകുന്നത് അല്ലേ, ഡീക്കൻ അച്ഛനാകുന്നത്. അത് നമ്മുടെ വികാരി അച്ഛൻ ഡീക്കൻ അച്ഛനാകുന്നു. അതെ, അതുകൊണ്ട് തന്നെ ഈ ജൂബിലി വർഷത്തിൻ്റെ ആ ഒരു പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നുള്ള ആ ഒരു ചിന്തയും ഞാൻ ഈ അവസരത്തിൽ അച്ഛൻ്റെ ഡീക്കൻ്റെ മുമ്പിലും നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലും വയ്ക്കുകയാണ്. ഓരോ ക്രിസ്തു ശിഷ്യനും വിളിക്കപ്പെടുന്നത് മറ്റുള്ളവർക്ക് പ്രത്യാശ പകരാനാണ്. ആ പ്രത്യാശ പകരാൻ, ബലഹീനർക്ക് ശക്തിയും ധൈര്യവും നൽകുവാൻ, ആശയറ്റവർക്ക് പ്രത്യാശയായി മാറാൻ, എല്ലാവർക്കും കരുതലും കാവലുമാകാൻ അച്ഛന് ഈ ഡീക്കൻ ജിഫിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധ മുറിവുകളോടും കൂടെ അനുദിന കുരിശ് പേറി ജീവിക്കുവാൻ ക്ലേശിക്കുന്നവർക്ക് പ്രത്യാശയുടെ വെട്ടമായ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ വിളിക്കപ്പെട്ട ഡീക്കൻ ജിഫിൻ, അതെ, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും ദൈവ അനുഭവത്തിൽ നിന്നും സ്വായത്തമാക്കിയ ആ ശക്തി കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറട്ടെ, സന്തോഷമായി തീരട്ടെ, പ്രത്യാശയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യേശുവാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് തായ്തണ്ട് പകർന്നു തരുന്ന ജീവരസം എല്ലാവരിലേക്കും പകർന്നു നൽകി പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് പോലെ നമുക്കെല്ലാവർക്കും പ്രത്യാശയുടെ തീർത്ഥാടകരാകാം. ഡീക്കൻ ജിഫിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഒരിക്കൽ കൂടെ ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഡീക്കൻ ജിഫിൻ്റെ ജീവിതം, വൈദിക ജീവിതം സന്തോഷപ്രദവും പ്രത്യാശ നിർഭരവുമാകട്ടെ എന്ന് ഈ തിരുച്ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.